إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശബ്ദമലിനീകരണം എന്നത് ഒരു വലിയ പ്രശ്നമായി ഇന്ന് നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദങ്ങൾ കൂടുതൽ ഉണ്ടാകരുത്, ശബ്ദം കൂടുന്നത് മലിനമാണ്, അത് മലിനീകരണമുണ്ടാക്കും. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് പോലും നിർത്തിവെക്കണമെന്ന് വരെ ആളുകൾ സംസാരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാക്കുകൾ എഴുത്തുകളായും അഥവാ കമന്റുകളായുമൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഒരു പ്രത്യേക കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ കൈകളിലുള്ള മൊബൈലാണ് ഈ ലോകം. ലോകത്തുള്ളതെല്ലാം നമ്മളെ കയ്യിലുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നു, ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെയുണ്ട്. എല്ലാറ്റിലും നമ്മളൊരു കമന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം. ചെറിയ ചെറിയ വാക്കുകൾ വലിയ നേട്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കും. ചില വാക്കുകൾ നാട്ടിൽ കലാപമുണ്ടാക്കും, പലരുടെയും സഹായങ്ങൾ നഷ്ടപ്പെടുത്തും, കൊലപാതകങ്ങൾ നടക്കും, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകും, പലരുടെയും ബന്ധങ്ങൾ മുറിഞ്ഞു പോകും ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട്. എന്നാൽ ചില വാക്കുകൾ കൊണ്ട് കലാപങ്ങൾ അടിച്ചമർത്താൻ സാധിക്കും. ചില ആളുകൾ ഒരു വാക്കുകൊണ്ട് നാട്ടിൽ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടിച്ചമർത്താൻ പറ്റും. ചില വാക്കുകൾ അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ പറ്റിയ നല്ല വാക്കുകൾ പറയും ചില ആളുകൾ. പരസ്പര സഹായമുണ്ടാകും ആളുകൾക്ക് ചില വാക്കുകളിലൂടെ. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാവ് നൽകി, സംസാരശേഷി നൽകി. ആ റബ്ബ് പറഞ്ഞു, അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഒരു നാവും രണ്ട് ചുണ്ടും തന്നു. അത് വെറുതെയല്ല. നാവും രണ്ട് ചുണ്ടും തന്നു എന്നത് നമുക്കതുണ്ട് എന്ന് മനസ്സിലാക്കാനല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെ ഉപയോഗിക്കണം, ഏതർത്ഥത്തിൽ, ഏത് സമയത്ത്, എപ്പോൾ, എങ്ങനെ, കൃത്യമായ നിർദ്ദേശമുണ്ട്. നാളെ ചോദ്യം ചെയ്യപ്പെടും.
എല്ലില്ലാത്ത ഈ അവയവം സൂക്ഷിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, നാവ് തന്ന പടച്ചോൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയാ. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ പ്രവർത്തികൾ നന്നാകും, നിങ്ങളെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിച്ചു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഖൈർ മാത്രം പറയാ, നല്ലത് പറയാ. ഔ ലിയസ്മുത്, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. മൗനത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. മൗനത്തിന് ശബ്ദത്തെക്കാൾ ശക്തമാണ് മൗനം. ചില സമയത്ത് മിണ്ടാതിരിക്കലാണ് ഖൈർ. ചില സമയം, ചില കാലഘട്ടം, അതിലൊക്കെ മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക, വാക്കുകൾ കുറക്കുക. ഇതൊരു വിശ്വാസി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ പാലിക്കുന്ന മൗനം അതൊരു കലയാണ്. നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ, കോപം അനുഭവപ്പെടുമ്പോൾ പാലിക്കുന്ന മൗനം അതൊരു ശക്തിയാണ്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കുന്ന മൗനം അത് നമ്മുടെ അഭിമാനമാണ്. ഒരു ഉപദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കുന്ന മൗനം അതൊരു അച്ചടക്കമാണ്. പരിഹാസത്തിന് വിധേയമാകുമ്പോൾ, നമ്മളൊരാൾ കളിയാക്കുകയാണെങ്കിൽ, പരിഹസിക്കുകയാണെങ്കിൽ നമ്മൾ പാലിക്കുന്ന മൗനം അതൊരു അന്തസ്സാണ്. ആ പാലിക്കുന്ന മൗനം. ഒരാൾ പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പാലിക്കുന്ന മൗനം അത് വിജയമാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ശക്തി വാക്കിനേക്കാൾ, ശബ്ദത്തെക്കാൾ മൗനത്തിന് ശക്തി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. മനുഷ്യർക്ക് നീർമാർഗം കാണിക്കാൻ കാലാകാലഘട്ടങ്ങളിൽ വന്ന പ്രവാചകന്മാരൊക്കെ അതാ പറഞ്ഞത്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളും, ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഹൈന്ദവ മതത്തിൽ മൗനം ഒരു വ്രതമാണ്. മൗനവ്രതം എന്നാ പറയാ. മൗനം ഒരു വ്രതമായിട്ടാണ് അവർ കാണുന്നത്. വ്രതം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയുകയാണെങ്കിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തൊക്കെയാണ് ഈ നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ? ആ നല്ല വാക്കുകൾ, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫഉഹു, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. എന്താണ് ഈ കലിമു ത്വയ്യിബ്, നല്ല വാക്ക്? അതിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്? ഇന്നൽ കലിമ ത്വയ്യിബ ഹുവൽ ഖൗലു അല്ലദീ യർളില്ലാഹ അസ്സ വജല്ല വയുദ്ഖിലു സുറൂറ അലാ ഖുലൂബി സാമിഇഹി. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും കേൾക്കുന്നവന് മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന വാക്കുകളാണ് നല്ല വാക്ക്. അത് പറയാൻ കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഹദുക്കും ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ മാ യظن അൻ തബ്ലഗ മാ ബലഗത്. ഒരാൾ നല്ല വാക്ക് സംസാരിക്കുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന നല്ല വാക്ക് സംസാരിക്കുക. അവൻ അത് ഇത്രയും പ്രതിഫലം അല്ലെങ്കിൽ ഇത്രയും ഉന്നതമാകുമെന്ന് അവൻ കരുതുക പോലും ചെയ്തിട്ടില്ല. അത്രയും ഉന്നതമാണെന്നാ. അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ പറയാ. അതിലാണ് ദിക്ർ വിട, ദിക്റുല്ലാഹ്. ലിഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെയാണ് സഹോദരങ്ങളെ നമ്മുടെ നാവിന് സാക്ഷ്യമായിട്ട് വരേണ്ടത്. നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ കുറേ വർത്തമാനങ്ങളാണ്. ഇന്നിപ്പം ഒരു കച്ചറ എവിടെയെങ്കിലും നടന്നാൽ, ഒരു ബഹളം ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയാ ഒരു വർത്താനം നടന്നു എന്നാ. അവിടെ ഒരു വർത്താനം ഉണ്ടായി എന്നാ പറയാ. ആ വർത്തമാനം എന്നത് ഒരു ബഹളം, ഒരു കച്ചറ, ഒരു പ്രശ്നം എന്നതിലേക്ക് മാറി വർത്തമാനം എന്നുള്ള കാര്യം അവിടേക്ക് എത്തി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ അത്രയും മോശപ്പെട്ട വർത്തമാനങ്ങൾ മാത്രമാണ്. നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ്. അപ്പൊ കലിമത്ത് ത്വയ്യിബിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഇനി മൂന്നാമത്തത് എന്താണ്? അംറു ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ. സംസാരിക്കുകയാണെങ്കിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പൊ നമ്മൾ മൗനം പാലിക്കണം, മിണ്ടാതിരിക്കണം, നല്ലത് മാത്രം പറയണം എന്നൊക്കെ പറയുമ്പം പിന്നെ തിന്മക്കെതിൽ പ്രതികരിക്കണ്ടേ? വർത്താനം പറഞ്ഞു കൊടുത്ത് വർത്താനം പറയണ്ടേ? ഇതൊക്കെയാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു ദൂഷ്യം, ഒരു ചെറിയൊരു കാര്യം അത് ചെയ്തുവെങ്കിൽ ആ വ്യക്തിയെ വഷളാക്കല്ല വേണ്ടത്.
ഒരു പെണ്ണ് ചോദ്യം ചെയ്തിട്ട് തന്റെ അനുജത്തിയെ തൊടാൻ പാടില്ലാത്തടത്ത് തൊട്ടു എന്ന് പറഞ്ഞൊരു പെണ്ണ് ബഹളം ഉണ്ടാക്കിയിട്ട്, ആ ബഹളമുണ്ടാക്കിയിട്ട് വയസ്സിന് മൂത്ത മുതിർന്ന ഒരാളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഒരിക്കലും കേൾക്കാൻ പോലും അറക്കുന്ന വാക്കുകളാണ്. പക്ഷെ തിന്മക്കെതിരെ പ്രതികരിക്കണം. അതിന് നിയമമുണ്ട്, നിയമപാലകരുണ്ട്. അവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്. അതല്ലാതെ ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത്തരം പ്രശ്നങ്ങളല്ല ഉണ്ടാക്കേണ്ടത്. നമ്മളെ പ്രദേശത്ത് ഈ റോട്ടിൽ ഒരു ബസ് തടഞ്ഞു നിർത്തി. ഒരു ബൈക്കുകാരൻ ബസ്സിന്റെ മുന്നിൽ ബസ് ബ്രേക്കിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് മുന്നിൽ സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. നമ്മളെ ഈ റോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് പ്രശ്നം ഉണ്ടായത്? വാക്കുകളാണ്, സംസാരമാണ്. അനാവശ്യമായ സംസാരങ്ങൾ പറയുകയാണ്. ഈ ഒരു വാക്ക് കൊണ്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെ ഒന്നും ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത്. പ്രതികരിക്കണം, ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കാം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒരു തിന്മക്കെതിരെ നമുക്ക് റസൂൽ പറഞ്ഞു, ഒരു തിന്മ കണ്ടാൽ കൈയോടെ തടയാൻ പറ്റുമോ? നമ്മളെ വീട്ടിലും സ്വന്തത്തിലുമാണത്, നാട്ടിലല്ല. ഇനി അത് പറ്റാത്തിടത്താണ് തിന്മയെങ്കിൽ നമ്മളെ നാവ് കൊണ്ട് പറയണം. ആ പറയണത് എങ്ങനെ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. പ്രതികരിക്കണം. എങ്ങനെ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത്. ഇദ്ഫഅ ബില്ലത്തി അഹ്സനു സയ്യിഅ, ഏറ്റവും നല്ല വാക്കോടുകൂടിയായിരിക്കണം പ്രതികരിക്കേണ്ടത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ഒരു കാര്യത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളെ നാവിൽ അനാവശ്യം വരുള്ളൂ, വേണ്ടാത്ത വർത്തമാനങ്ങളെ വരുള്ളൂ. അങ്ങനെയുള്ളവർ മുണ്ടാതിരിക്കാൻ വേണ്ടത്, പ്രതികരിക്കണം. ഒരു തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത്. ഒരു തിന്മ കണ്ടു നമ്മൾ എങ്കിൽ നല്ല വാക്കുകൊണ്ട് പ്രതികരിക്കണം. അതിന് പറ്റാത്തൊരു ആ പണിക്ക് നിൽക്കരുത് എന്നാ പറഞ്ഞത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ, നിസ്സാരമാക്കി ഇതിനെ കണക്കാക്കരുത്. ഒരു നാടിന്റെ സ്വസ്ഥതയും സമാധാനവും വരെ നഷ്ടപ്പെടുത്താൻ ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടായാൽ മതി. ഒരു കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്താൻ ഒരു കുടുംബത്തിലെ ഒരാള്, നാവിന് എല്ലില്ലാത്ത ഒരാൾ, നമ്മൾ സാധാരണ പറയല്ലോ, അങ്ങനെയുള്ള ഒരാളുണ്ടായാൽ മതി. ആ കുടുംബത്തിന് തന്നെ സമാധാനം ഇല്ലാതെ, ആ വീട്ടിൽ ഇനി കുറേ നല്ല ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, ഒരുത്തനുണ്ടായാൽ മതി അത്തരം നാവുള്ളവൻ. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതാണ് നന്മയിലേക്കുള്ള ക്ഷണം. അതിനുവേണ്ടി നമ്മളെ നാവ് ഉപയോഗപ്പെടുത്തുക. അതെത്രമാത്രം ഉണ്ട്? ഒരു നല്ല കാര്യം ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, ബിദ്അത്തിനെതിരിൽ നമ്മൾ സംസാരിച്ചോ? നമ്മൾ ആ വാക്ക് പറയേണ്ടവരോട് പറഞ്ഞോ? അയൽപക്കത്ത് പറഞ്ഞോ? കുടുംബത്തിൽ പറഞ്ഞോ? പറയേണ്ടവരോട് പറഞ്ഞോ? ഈ നാവ് നാളെ പടച്ചോൻ ചോദിക്കൂലേ? അതിനല്ലേ ലിസാനൻ ഷഫത്തെ എന്ന് പറഞ്ഞത്? നാവും ചുണ്ടും തന്നു എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് ഇത് പറഞ്ഞോ നോക്കാനാണ്. അപ്പൊ നിർബന്ധമായും നമ്മളെ നാവ് സാക്ഷികളാകേണ്ട കാര്യത്തിന് സാക്ഷികളാകുക തന്നെ ചെയ്യണം. റബ്ബിന്റെ തൃപ്തി, നല്ല വാക്കുകൾക്ക് റബ്ബിന്റെ തൃപ്തിയുണ്ട്. ഇന്ന അഹദുക്കും ലിയതകല്ലമു ബിൽ കലിമത്തിൻ മിൻ റിദ്വാനില്ലാ മാ യظن അൻ തബ്ലഗ മാ ബലഗത് ഫയക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമിൽ ഖിയാമ യൽഖ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തേക്ക് ആ വാക്കുകളൊക്കെ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. നല്ല വാക്ക് പറഞ്ഞാൽ ഉടനെ മലക്കുകൾ രേഖപ്പെടുത്തി റബ്ബിലേക്ക് അത് ഉയർത്തപ്പെടും. റബ്ബിന്റെ അർശിനെ ആ വാക്ക് വലയം ചെയ്യും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഉയർത്തപ്പെടും, റബ്ബിന്റെ അർശിനെ അത് വലയം ചെയ്യും. ഇന്ന മിമ്മാ യദ്കുറൂന മിൻ ജലാലില്ലാഹി അത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ യൻഅതിഫ്ന ഹൗലൽ അർശി ലഹുന്ന ദവിയ്യുൻ കദവിയ്യിൻ നഹ്ലി. ഒരു തനീച്ചയുടെ മൂളൽ പോലെയുള്ളൊരു മൂളൽ ഉണ്ടാകുന്ന അത് അർശിനെ ഇങ്ങനെ വലയം ചെയ്യും. സാഹിബിഹ, അതിന്റെ ആ പറഞ്ഞ ആ വാക്കിന്റെ ആളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെടും. അമാ യുഹിബ്ബു അഹദുക്കും അൻ യകൂന ലഹു മൻ യുദക്കിറു ബിഹി. ചോദിക്കാ റസൂലേ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നമ്മൾ വിട്ട ഒരു വാക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട അർശിന്റെ ചുറ്റും അതിങ്ങനെ ഒരു മൂളലായി വലയം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അള്ളാഹിനെ സ്മരിക്കുക, നമ്മളെ നാവ് കൂടുതലും അതിനായിരിക്കണം. അന ഇൻദല്ലാഹി അബ്ദി വഅന മഅഹു ഈന യദ്കുറുനി ഫഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി. എന്നെ ഓർക്കുക, ഞാൻ അവനെ ഓർക്കും. ഒറ്റയ്ക്കിരുന്ന് എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കും. ഒരു സദസ്സിൽ വെച്ച് എന്നെ ഓർക്കുമ്പോൾ ഒരു സദസ്സിൽ വെച്ച് തന്നെ ഞാൻ അവനെ ഓർക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹ് പറഞ്ഞതായിട്ട് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് ആ നല്ല വാക്കിനെ കുറച്ചാൾക്കാർ പിന്തുടർന്നു എങ്കിൽ ആ പിന്തുടർന്നവരൊക്കെ ചെയ്യുന്ന അതേ കൂലി ഒട്ടും കുറയാതെ മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിത്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ. ആ നന്മയെ തുടർന്ന് വന്ന അത് ആരൊക്കെ തുടർന്ന് വന്നോ അവരൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം ഇത് ആര് കാരണമാണോ ഉണ്ടായത് അയാൾക്ക് കിട്ടുന്ന. അതുകൊണ്ട് ശാന്തത കിട്ടുന്നൊരു കാര്യമാണ് നല്ല വാക്ക്. നമ്മളെ കോപങ്ങൾ ശമിക്കാൻ
ശമിപ്പിക്കുന്ന വാക്കാണ് നല്ല വാക്ക്. അങ്ങാടിയിൽ വെച്ച് രണ്ടാൾ തമ്മിൽ ഇസ്തബ്ബർ റജുലാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അവിടെ ഉണ്ട്, രണ്ടാൾ തമ്മിൽ ഊക്കൻ വഴക്കാ, ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ്. വനഹ്നു ഇൻദഹു ജുലൂസുൻ വഅഹദുഹുമാ യസുബ്ബു സാഹിബഹു മുഗ്ളിബൻ ഖദ് ഇഹ്മറ വജ്ഹഹു. ദേഷ്യം പിടിച്ച് കണ്ണൊക്കെ ചുമന്നിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് പരസ്പരം വർത്താനം പറയും. ദേഷ്യം പിടിച്ചാൽ പിന്നെ പറഞ്ഞ വാക്കെന്താന്ന് നമുക്കറിയല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ലഅലമു കലിമത്തൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയേണ്ട മറ്റൊരു സ്ഥലമാണത്. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല, അത് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ വാക്കുകൾ, ഈ ദേഷ്യം, ഈ കോപം ഇതൊക്കെ പോകും, ശാന്തമാകും. അപ്പൊ ആ വാക്ക് വരേണ്ടടുത്ത് വരണം. വരേണ്ട കുറെ വാക്കുകളുണ്ട്, അത് വരിക തന്നെ ചെയ്യണം. അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയും അതുപോലെ തന്നെ ഹൃദയത്തിൽ അതിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വല്ലാതെ വർത്തമാനങ്ങൾ ശബ്ദബഹളമായ ലോകത്ത് ഒന്നും ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. അപ്പോൾ ഒരു ഏകാഗ്രത ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലും, ദുആകൾ പറയും. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ആരെ പറ്റിയ? യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ചിന്ത വർക്ക് ചെയ്യോ? ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ കുറച്ച് സമയം മൗനമായിരിക്കുക, സംസാരിക്കാതിരിക്കുക, അതിന് സമയം കണ്ടെത്തുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചിന്ത ഉയരും. ആ ചിന്ത ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കും. അതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. എന്നിട്ട് അവരെക്കുറിച്ച് അല്ലാഹ് പറ അല്ലദീന യദ്കുറൂന അല്ലാഹ്, അള്ളാഹിനെ അവർ ഓർക്കും എന്നാണ്. അള്ളാഹിനെ പറ്റി ചിന്ത വരും. അത് ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഒക്കെ ആ ചിന്ത വരും. ഏത് പ്രതികൂല സാഹചര്യത്തിലും. ഖുർആനിൽ ഏറ്റവും മോശപ്പെട്ട വാക്ക് പറഞ്ഞ വ്യക്തി ആരാ? ഖുർആനിൽ പറഞ്ഞത് ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും നിഷ്ഠൂരനുമാരാണ്? ഫിർഔനാണ്. ആ ഫിർഔന്റെ അടുക്കലേക്ക് മൂസാ നബിനെ പറഞ്ഞയക്കാണ്. അപ്പൊ പറയാണ്, ഇത് ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. ഏറ്റവും മോശപ്പെട്ട ആളോട് സംസാരിക്കുമ്പോൾ വരെ ഖൗലൻ ലയ്യിനൻ, നല്ല വാക്ക് പറയണം. ലഅല്ലഹു യതദക്കറു വ യഖ്ഷാ, അള്ളാഹിനെ പറ്റി ഓർക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും എന്നാ പറഞ്ഞത്. നല്ല വാക്ക് ഒരു വലിയ മരം പോലെ തണൽ നൽകും, കായ്ക്കനികൾ നൽകും. എത്ര മനോഹരമാണ്, സുന്ദരമാണ് ഒരു വലിയ ഒരു വടവൃക്ഷം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തിൻ ഫർവ ഫിസ് സമാ. അടിയിൽ ഉറച്ചു നിൽക്കുന്ന മരം, ശിഖരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന, തണൽ നൽകുന്ന, കായ്കനികൾ നൽകുന്ന ഒരു മരം. അതിൽ നിന്ന് പക്ഷികളൊക്കെ കായ്കനികൾ തിന്നും. എങ്ങനെയുണ്ട്? അള്ളാഹ് ഒരു ഉദാഹരണം പറയാ. അങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരം എത്ര ആൾക്ക് തണൽ നൽകും? എത്ര ആൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് തണലിലേക്ക് മാറി നിൽക്കും, അതിൻ്റെ പഴങ്ങൾ തിന്ന് ആസ്വദിക്കും. ഇതുപോലെയാണ് ഒരു നല്ല വാക്ക് പറയുക. നല്ല വാക്കിൻ്റെ ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് അതിനെയാണ്. അങ്ങനെയുള്ള ഒരു നല്ല മരമായി മാറാൻ നമുക്ക് സാധിക്കണം. കലിമത്തുൻ ത്വയ്യിബ സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല വാക്ക് ഒരു ദാനമാണ്. ചിലപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, കീശയിൽ കാശൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു സ്വതക്കയായിട്ട് പരിഗണിക്കും. റഹ്മാനായ റബ്ബ് തരുന്ന ഓഫർ നോക്കൂ. നിങ്ങൾ വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട. കാരണം എന്താ? കീശയിലൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ മതി. ചോദിച്ചു വന്നവനെ നിങ്ങൾ മിരട്ടി ഓടിക്കരുത്. അങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് പോടാന്ന് പറയരുത്. ഖുർആനാ, ആ വാക്ക് വരരുത്. ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ചില വർത്താനൊന്നും മനസ്സിലാവൂല. നമുക്ക് മനസ്സിലാകാത്ത വർത്താനം എന്താ അറിയോ? നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാവൂല. പൊതുവെ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് നബിന്റെ വഫാത്തിന് തൊട്ട് മുമ്പ് വളരെ പ്രയാസപ്പെട്ട് പള്ളിക്ക് വന്നു. നല്ല ശക്തമായ പനിയുണ്ട്. റസൂലുള്ള വഫാത്തായ പനിയാണ്. നല്ല ശക്തമായ പനിയുണ്ട്. റസൂൽ മിമ്പറയിലേക്ക് കയറിയിട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലൊരു കഥ പറഞ്ഞു. എന്താണ് ആ കഥ? ഒരു അടിമക്ക് അല്ലാഹു 2 ചോയ്സ് കൊടുത്തു. ഒരു അടിമക്ക് അല്ലാഹു 2 സാധ്യതകൾ കൊടുത്തു. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആ അടിമക്ക് കൊടുത്തത്, ഒന്ന് ഈ ദുനിയാവിൽ ശാശ്വതമായി കാലാകാലം ജീവിക്കാം, മറ്റൊന്ന് ജീവിതം അവസാനിപ്പിച്ച് റബ്ബിലേക്ക് തിരിച്ചു വരാം. ആ അടിമ രണ്ടാമത് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. സഹാബികളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു കാര്യക്കൊന്നും മനസ്സിലായില്ല.
റസൂൽ ഒരു കഥ പറഞ്ഞതാണ്. പക്ഷെ ആ സദസ്സിൽ ഒരു മനുഷ്യൻ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. മുന്നിലിരുന്ന് മനുഷ്യൻ കരയാണ്. ആരാണ് കരയുന്നതെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹിന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അള്ളാഹിന്റെ റസൂലിനെ പറ്റിയാണ് പറയുന്നത്. റസൂൽ മരിക്കാനായിട്ടുണ്ട്, റബ്ബിലേക്ക് തിരിച്ചു പോകാനായിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ അവസാനം ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ഒരുപാട് കെലിമത്തുകളാണ്, ഒരുപാട് പദങ്ങൾ നിറഞ്ഞതാണ്. ഇന്ന് എത്ര പദങ്ങൾ നമ്മൾ സംസാരിച്ചു, മുഴുവനും രേഖയാണ് നമുക്കറിയാം. എങ്കിൽ നമ്മളെ നാവിൽ നിന്ന് പറയേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, നമ്മളെ നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഏറ്റവും സുന്ദരമായ വാക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, മഹത്തരമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ കലിമ അവസാനമായി പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കണമെങ്കിൽ അതുവരെയുള്ള വാക്കുകൾ മുഴുവനും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല വാക്കുകളാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഓരോ വാക്കും സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം, ഓരോ വാക്കും ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വാക്കും അത് രേഖയാണ്. കൃത്യമായി രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ രേഖപ്പെടുത്താതെ ഒരു വാക്കും നമ്മൾ സംസാരിക്കുന്നില്ല. ഇന്ന അലൈക്കും ലഹാഫിളീൻ. നമ്മളെ ജീവിതം മുഴുവനും, നമ്മളെ സ്വകാര്യവും പരസ്യവും, നമ്മുടെ എല്ലാ അവസ്ഥകളും കൃത്യമായി നിരീക്ഷിക്കുന്ന മലക്കുകളുണ്ട്. കിറാമൻ കാത്തിബീൻ. എഴുതുന്ന മാന്യന്മാരാണ് അവർ. യഅലമൂന മാ തഫ്അലൂൻ. അവര് നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം കൃത്യമായി അവരറിയും, കൃത്യമായി അവർ രേഖപ്പെടുത്തി വെക്കും. ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹ് പറയാ, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും നാളെ പരലോകത്ത്. ഫയുനബ്ബിഉഹും ബിമാ അമിലു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ വിവരം അവരറിയിക്കും, ഓരോ വാക്കും അവരറിയിക്കും. അഹ്സാഹുല്ലാ. അള്ളാഹു അത് ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. നസൂഹു. എന്നാൽ അവൻ അത് മറന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചിട്ട് എത്ര കാലം നമ്മൾ ജീവിക്കുമെന്നറിയില്ല. നമുക്കൊരു വയസ്സുണ്ടാകും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര വാക്ക് സംസാരിച്ചു എന്ന് നമ്മളറിയില്ല. നമ്മളെ ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചത് നമ്മൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ് കേട്ട് ജനിക്കണം എന്നാണ്. അല്ലാഹു അക്ബർ എന്ന് കേട്ട് ജനിക്കണമെന്നാണ്. പറഞ്ഞു തുടങ്ങേണ്ട വാക്കുകൾ ദുനിയാവിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങണമെന്ന ആഗ്രഹിച്ചത്. അതിനുശേഷം നമ്മളെ ഉമ്മ കേൾപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് ആ ഉമ്മ നമുക്ക് ചൊല്ലിത്തന്നത്. അത് കേൾപ്പിച്ചാണ് ഉറക്കത്തിലും ഉണർച്ചയിലും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആ ഉമ്മയും വാപ്പയും നമ്മളെ കേൾപ്പിച്ചത്, നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ അല്ലാഹ് പറയാണ്, ഓരോ വാക്കും നാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസ്നസു. പക്ഷെ ആ സംസാരിച്ച നമ്മളത് മറന്നുപോയി എന്നല്ല പറയുന്നത്. നമുക്ക് എത്ര ഓർമ്മയുണ്ട്, എത്രയാണ് നമുക്ക് ഓർമ്മയുള്ളത്? പക്ഷേ വരില്ലേ നാളെ പരലോകത്ത് കൃത്യമായി രേഖ വരൂലേ? പറഞ്ഞ ഓരോ വാക്കും രേഖയായി വരും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞത്, ഓരോ വാക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. കേട്ടതിനൊക്കെ കമൻ്റ് ഇടാൻ നിൽക്കണ്ട. കമൻ്റുകളെ ക്രമീകരിക്കുക. കമൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ, ഒരു കമൻ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു കമൻ്റ് രേഖയായി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അല്ലാഹ് പറയാണ്, വൈദാ സമിഉൽ ലഗ്വ. ഒരു അനാവശ്യം കേട്ടാൽ അഅറളു അൻഹു. തിരിഞ്ഞു പോരണം. പിന്നെയും അതിലേക്ക് പോവരുത്. ഒരാൾ വെറും തോന്നിയാസം മാത്രം പറയുന്ന ഒരാൾ ഒരു തിന്മയെ പ്രതികരിക്കായിരിക്കും. പക്ഷെ ആ തിന്മയെ പ്രതികരിക്കുന്ന ആൾ തന്നെ വെറും അനാവശ്യങ്ങൾ മാത്രം പറയണം. പിന്നെ നമ്മൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാവരുത്. അഅറളു അൻഹു. തിരിഞ്ഞു പോരണം. അള്ളാന്റെ കലാമാണ് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ എത്ര ശാസ്ത്രം പുരോഗതി പ്രാപിച്ചാലും ഖുർആന്റെ കൽപ്പനകൾ എന്നും നിത്യപ്രസക്തമാണ്. എന്നിട്ട് അവർ പറയണം, ലന അഅമാലുന വലക്കും അഅമാലുക്കും. നിങ്ങൾക്ക് നിങ്ങളത്, നമുക്ക് നമ്മളുടെ അമല്. എല്ലാവരും അമലും ഒരേപോലെ. സലാമുൻ അലൈക്കും. സലാം പറഞ്ഞിങ്ങോട്ട് തിരിഞ്ഞു പോരണം. ലാ നബ്തഹിൽ ജാഹിലീൻ.
ജാഹിലീങ്ങളിൽ പെടാൻ, അറിവില്ലാത്തവരിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറയണമെന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പറയുകയും ധാരാളമായി ഖൈറുകൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു ഖൈർ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു ഖൈർ നമ്മൾ പറഞ്ഞാൽ നാളെ അത് കാണും. നമ്മളൊരു വാക്ക് ഷർറാണെങ്കിൽ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ, ഒരു ഷർറായ വാക്കാണ് നമ്മുടെ നാവിൽ വന്നതെങ്കിൽ അത് നമ്മൾ കാണുക തന്നെ ചെയ്യും. ഇത് ഖുർആൻ നമ്മളെ അറിയിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളിൽ വന്ന വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വാക്കുകൾ ധാരാളം പറയാൻ, നല്ല വാക്കുകൾക്ക് സാക്ഷികളാകാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്യുന്നതമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നാവ് സാക്ഷിയായി ഈ ലോകത്തോട് യാത്ര പറയാൻ ഭാഗ്യം കിട്ടുന്ന വളരെ ചുരുക്കം ആളുകൾ, അവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ സുഹൃത്ത് സുൽഫി, അദ്ദേഹം ഒരുപാട് ദേവാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഉമ്മ വളരെ പ്രയാസകരമായ ഒരു രോഗാവസ്ഥയിലുള്ള പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാഹു തആല ഉമ്മാക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വസ്തയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഒരു ഖുർആൻ പഠിതാവായ നമ്മുടെ സഹോദരൻ തദബ്ബുറുൽ ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളുമായി അതിൻ്റെ ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഏതാനും ദിവസങ്ങളായി നാവിന് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലാണുള്ളത്. ചില ടെസ്റ്റുകൾക്കൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ കലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിന് വേണ്ടി ധാരാളമായി സംസാരിക്കാനും പ്രബോധനം ചെയ്യാനും അതിനുവേണ്ടി സഹായിക്കാനും ഒക്കെയുള്ള ആരോഗ്യം അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു നീക്കിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ടെസ്റ്റുകളും അല്ലാഹു അനുകൂലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഒരു സഹോദരിയുടെ, ഒരു ഉമ്മയുടെ മകൾ ഇപ്പോൾ ഈ അടുത്തൊരു വലിയൊരു മുസീബത്താണ്, ദൈവനിഷേധം. അതിലേക്ക് എത്തിപ്പെട്ട് നന്നായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി ദൈവനിഷേധത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് സങ്കടത്തോടു കൂടി ഉമ്മ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മാന്റെ സങ്കടം കാണട്ടെ. അള്ളാഹു തആല ആ കുട്ടിക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല സന്മാർഗത്തിലേക്ക് വരാൻ ആ കുട്ടിക്ക് അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. ഈ ദീനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.